APJ Abdul Kalam Technological University ഡിസംബർ 2024 നടന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് 2024 സ്കീമിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്കീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷൻ വീഡിയോ ആണിത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 8 ക്വസ്റ്റ്യൻസും 8 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓരോ ക്വസ്റ്റ്യനും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് ആ വീഡിയോസ് കാണുക. ഇത് എക്സാം കഴിഞ്ഞ കുട്ടികൾക്ക് ഈ ഫൈനൽ സ്കീമിനെ ബേസ് ചെയ്തിട്ട് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ മാത്രമാണ്. നിങ്ങളുടെ അടുത്ത് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട് എത്ര മാർക്കൊക്കെ കിട്ടും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ മാത്രമാണ്. ഡ്രാഫ്റ്റ് സ്കീമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ സ്കീമിൽ ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻഡ് 7 മാത്രമാണ് മാറ്റം വന്നത്. 6 നല്ലൊരു മാറ്റമുണ്ട്, 7 വലിയൊരു മാറ്റമില്ല. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഞാൻ കൂടുതൽ സമയം കളയുന്നില്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും വായിക്കുന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1 NDs ഓൺ ബോത്ത് HP ആൻഡ് VP. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. A'-ഉം A'യും XY ലൈനിലാണ്. ഓക്കെ, അതുകൊണ്ട് കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തെറ്റാണെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ തെറ്റൊന്നുമില്ല, ക്വസ്റ്റ്യൻ കറക്റ്റാണ്. ക്വസ്റ്റ്യന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിലും റൊട്ടേറ്റിംഗ് പ്ലെയിനിലും ചെയ്യാം. റൊട്ടേറ്റിംഗ് ലൈനിൻ്റെ ആൻസറാണ് ആൻസർ കീയിലുള്ളത്. റൊട്ടേറ്റിംഗ് പ്ലെയിനിൽ ചെയ്താൽ ഇങ്ങനെ കിട്ടും. ആരെങ്കിലുമൊക്കെ റൊട്ടേറ്റിംഗ് പ്ലെയിനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്ക് കിട്ടേണ്ടതാണ്. ആൻസർ സെയിം ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ A' കണ്ടെത്തിയിട്ട് അതിനുശേഷം നമുക്ക് ടോപ്പ് വ്യൂയുടെ ഇൻക്ലിനേഷൻ, ഫ്രണ്ട് വ്യൂയുടെ ഇൻക്ലിനേഷൻ തന്നിട്ടുണ്ട്, B' പൊസിഷൻ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് A', B', ABയും വരയ്ക്കാൻ പറ്റും. പിന്നെ റൊട്ടേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് പ്ലെയിൻ യൂസ് ചെയ്തിട്ടോ ഫൈനൽ ആൻസറിലേക്ക് എത്തുക. ട്രേസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ട്രേസിൻ്റെ പ്രത്യേകത, ട്രേസ് എല്ലാം ഒരൊറ്റ പോയിൻ്റായിരിക്കും. അതായത് H', H'ും Vയും B' ഒക്കെ ഒരൊറ്റ പോയിൻ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ വരുന്നത് ഡ്രോയിങ് ഓഫ് ദ XY ലൈൻ ആൻഡ് ദ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ഓഫ് ലൈൻ AB 4 മാർക്സ്. XY ലൈന് വരച്ചിട്ട് അതിൽ A', പിന്നെ ഫ്രണ്ട് വ്യൂ 45 ഡിഗ്രി എടുത്തിട്ട് 35 ഡിഗ്രി എടുത്തിട്ട് ടോപ്പ് വ്യൂ ഇത്രയും വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്സ് കിട്ടും. ഇവിടെ വെച്ച് ആരെങ്കിലും സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ 4 മാർക്സ് കിട്ടും. ഡയമെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം +1 5 മാർക്സ് വരെ കിട്ടും. ട്രൂ ലെങ്ത് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് റൊട്ടേറ്റ് ചെയ്ത് ട്രൂ ലെങ്ത് കണ്ടെത്തുക. റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ട്രൂ ലെങ്ത് ട്രൂ ഇൻക്ലിനേഷൻ കിട്ടി. അപ്പോൾ അതുകൊണ്ട് എടുത്ത് എഴുതുക. ട്രൂ ലെങ്ത്തിന് 4 മാർക്ക്. A', B', B', വരയ്ക്കുന്നതിന് ഓക്കെ 4 മാർക്സ് ആണ്. അത് എടുത്ത് എഴുതുകയും ചെയ്യാം. അതേപോലെ ട്രൂ ഇൻക്ലിനേഷൻ അങ്ങനെ എടുത്തോടുന്ന കൂടെ ട്രൂ ഇൻക്ലിനേഷൻ കിട്ടി. A', B', B', വരയ്ക്കുന്നതോടുകൂടെ ട്രൂ ഇൻക്ലിനേഷൻ കിട്ടി. അപ്പോൾ അത് മെഷർ ചെയ്ത് എഴുതുക, എടുത്ത് എഴുതുക. അപ്പോൾ നമുക്ക് 4 മാർക്സ് കൂടെ കിട്ടും. ലൊക്കേറ്റിംഗ് ട്രേസ് പ്രത്യേകിച്ച് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നും ആവശ്യമില്ല. ഇവിടെ ജസ്റ്റ് ഈ പോയിൻറ്റ്സ് നോട്ട് ചെയ്താൽ മാത്രം മതി, നമുക്ക് 2 മാർക്സ് കിട്ടും. പിന്നെ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ് 1 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ ആരും കൂടുതലായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. തെറ്റാണെന്ന് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തെറ്റല്ല, ഇത് ശരിയാണ് ക്വസ്റ്റ്യൻ. പിന്നെ വേറെ ഡൗട്ട്സ് ഒന്നും വന്നിട്ടില്ല, വേറെ തെറ്റിപ്പോകാനുള്ള സാധ്യതയൊന്നുമില്ല. ഇത് ആൻസർ വരച്ച് തുടങ്ങിയവർക്ക് കിട്ടും. പിന്നെ ഫസ്റ്റ് സ്റ്റേജിൽ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ 2 to 3 മാർക്സോളം കിട്ടും, 2 മാർക്സ് കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഈ വാല്യുവേഷനൊക്കെ കുറേ എക്സാമിനറെ ഡിപ്പെൻഡ് ചെയ്യും, പ്രത്യേകിച്ച് ഗ്രാഫിക്സിൻ്റെത്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ഡിസ്കഷൻ. നമുക്കിനി ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ലൈൻ PQ ആണ്. അതിൻ്റെ 1 എൻഡിൻ്റെ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസും എബോവ് ഡിസ്റ്റൻസും തന്നു. ടോപ്പ് വ്യൂ തന്നു 65 mm. അതർ എൻഡ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് എബോവ് HP. ഇത് ഇന്നലെയും എന്നോട് ഈ ക്വസ്റ്റ്യൻ തെറ്റാണോ എന്ന് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ടാണോ, ആൻഡ് എബോവ് HP എന്ന് കണ്ടിട്ടാണോ? എബോവ് HP ഉദ്ദേശിക്കുന്നത് അത് മുകളിലോട്ടേക്ക് എടുക്കണം, അതായത് ലൈൻ ഫസ്റ്റ് ക്വാഡ്രൻ്റായിട്ട് എടുത്തോളണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ക്വാഡ്രൻ്റിലോട്ടേക്ക് എടുക്കരുതെന്നാണ് ആ ഒരു കണ്ടീഷൻ തന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ദ ലൈൻ ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റിലേക്ക് തന്നെയാണ് എടുക്കാറ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മിക്ക ആൾക്കാരും എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും ഒരു ആൻസർ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പിന്നെ ഇവിടെയും ട്രേസ് ലൊക്കേറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കിട്ടുക? നമുക്ക് P', Pയും പിന്നെ Qവും അറിയാം. ഓക്കെ, പിന്നെ തന്നിരിക്കുന്നത് ട്രൂ ലെങ്തും ടോപ്പ് വ്യൂയുടെ ലെങ്തും. അപ്പോൾ ട്രൂ ലെങ്ത് ഇവിടെ കട്ട് ചെയ്യുന്നു, ടോപ്പ് വ്യൂയുടെ ലെങ്ത് ഇവിടെ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂയുടെ ലെങ്തിൻ്റെ നേരെ മുകളിലോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ Q2' ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Q' കാണാൻ പറ്റും. Q' കിട്ടി കഴിഞ്ഞാൽ P', Q1' കിട്ടും. എക്സ്റ്റെൻഡ് ചെയ്താൽ ഇവിടെ H', അതേപോലെ ഇവിടെ V', ഇത് കിട്ടും. ഇത്രയാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ കീ നോക്കുമ്പോൾ നേരത്തെ പോലെ തന്നെ ഡ്രോയിങ് ഓഫ് ദ XY ലൈൻ
ആൻഡ് ടോപ്പ് വ്യൂ ഓഫ് ലൈൻ പി ക്യു 4 മാർക്സ്. ഓക്കെ, ഇപ്പോൾ എക്സ് വൈ ലൈന് വരയ്ക്കുക, പി ഡാഷ് പി ലൊക്കേറ്റ് ചെയ്ത് ക്യൂ ലൊക്കേറ്റ് ചെയ്തിട്ട് ടോപ്പ് വ്യൂയുടെ ലെങ്ത് 65 തന്നിട്ട് പി ക്യു ഇത്രയും ചെയ്തേക്കുന്നതിന് 4 മാർക്സ് കിട്ടും. ഫ്രണ്ട് വ്യൂ 4 മാർക്സ്, അതായത് പി ക്യൂ ടു വരച്ചിട്ട് ക്യൂ ടു ഡാഷ് കണ്ടിട്ട് ക്യൂ ഡാഷ് കാണുന്നതിന് 4. ഇത്രയും സ്റ്റെപ്സ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 4 8 മാർക്സ് കിട്ടും. ട്രൂ ഇൻക്ലിനേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ പി ഡാഷ് ക്യൂ വൺ ഡാഷ് കാണുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പി ക്യൂ ടു ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതിന് അത് ഇതിനെ കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കാണുക, എങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ കാണുക. അങ്ങനെ കണ്ട് അത് എടുത്തെഴുതുന്നതിന് 3 മാർക്സ് ആണ്. ഒരു കാര്യം വിട്ട്, നേരത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ വന്നിരിക്കുന്നത് ട്രൂ ലെങ്ത് 79, തീറ്റ ഈക്വൽ ടു 39 ഡിഗ്രി, ഫൈ ഈക്വൽ ടു 26 ഡിഗ്രി. ഇത് തന്നെയാണ് ആൻസർ സ്കീമിലുള്ളത്. ഞാനും ക്യാഡിലാണ് വരച്ചത്, ആൻസർ സ്കീമും ക്യാഡിലാണ് വന്നത്. അപ്പം ആൻസർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ പ്ലസ് ഓർ മൈനസ് അടുത്തൊരു ഡൗട്ട് ഇതായിരിക്കും, ഇതിലൊരു 8 കിട്ടിയവരുണ്ടാവും, 81 കിട്ടിയവരുണ്ടാവും. അതൊക്കെ ശരിയാണ്. 39 40 കിട്ടിയവരുണ്ടാവും, 26 28 കിട്ടിയവർ ലെസ് ദാൻ 26 കിട്ടിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആക്യുറസിയുടെ പ്രശ്നമാണ്. അപ്പോൾ അതിനും ഫുൾ മാർക്ക് തന്നെ കിട്ടും. ക്യാഡിൻ്റെ അത്ര ആക്യുറസി നമുക്കൊരിക്കലും മാനുവൽ ഡ്രോയിങ്ങിൽ കിട്ടില്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. വാല്യൂബിൾ സ്റ്റാഫ് അത് ശ്രദ്ധിക്കും. അതനുസരിച്ച് മെത്തേഡ് ഓക്കെ ആണെങ്കിൽ, ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നതാണെങ്കിൽ മാർക്ക് ഫുൾ മാർക്ക് തരും. ഭയങ്കരമായ ഡിഫറൻസ് വരുമ്പോഴാണ് മാർക്ക് കുറയുക. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്: ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 74 ആണ്, തീറ്റ ഈക്വൽ ടു 36 ഡിഗ്രി, ഫൈ ഈക്വൽ ടു 22 ഡിഗ്രി. ഓക്കെ, ട്രൂ ഇൻക്ലിനേഷൻ ആണ് 3 മാർക്സ് വന്നിരിക്കുന്നത്. ട്രേസ് ലൊക്കേറ്റ് ചെയ്യണം. ട്രേസ് ലൊക്കേറ്റ് ചെയ്യുന്ന നേരത്തേക്കാൾ 1 മാർക്ക് കൂടുതൽ, 3 മാർക്സ് ഇവിടെ കാണുന്നുണ്ട്. അതിന് കാരണം വേറെ ഒന്നല്ല, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യണം. എച്ച് ഡാഷ് കാണണം, പി ഡാഷ് ക്യൂ ഡാഷിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പി ക്യൂവിന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് കിട്ടും. അതേപോലെ എക്സ് ലൈനിൽ വി കിട്ടും, വി ഡാഷ് കാണും, അതിന് 3 മാർക്സ് ആണ്. ജനറൽ നീറ്റ്നസ് ആൻഡ് പ്രോപ്പർ ഡയമെൻഷനിങ് 1 മാർക്ക്. ഓക്കെ, ഈ 1 മാർക്ക് എപ്പോഴാണ് കിട്ടുക എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മുഴുവനും ശരിയായാൽ മാത്രമേ 1 മാർക്ക് കിട്ടൂ. അങ്ങനെയൊന്നും ആൻസർ കീയിലൊന്നും ഇല്ല, പക്ഷേ ചിലർ അങ്ങനെയാണ് കൊടുക്കാറ്. അത് എക്സാമിനറെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു ആൻസർ കീയിൽ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പഴയ സ്കീമിൽ. മീൻസ് ഫുൾ സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ നീറ്റ്നസ് ആൻഡ് ഡയമെൻഷൻ്റെ മാർക്ക് അവോയ്ഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീടൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ വാല്യൂ എന്നാണ് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൽ വേറെ ഡൗട്ട്സ് ഒന്നും വന്നില്ല. മെയിനായിട്ട് ഇത് തന്നെയാണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറേ പേരെന്നോട് ചോദിച്ചു, അതെനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന്. അപ്പോൾ അവരോട് ചോദിച്ചതും അവർക്കും പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ തരാൻ പറ്റിയില്ല. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 പോവാം. 3 സോളിഡ്സ് പെൻഡഗണൽ പ്രിസം. അതിൻ്റെ ബേസ് സൈഡൊക്കെ ശ്രദ്ധിക്കുക. 25 65 ആണ്. ബേസ് എഡ്ജസ് ഓൺ എച്ച് പി. അപ്പോൾ എച്ച് പിയിൽ ബേസ് എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലോട്ടേക്കാണ് ടിൽറ്റ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ എക്സ് ലൈൻ താഴെയായിട്ട് എഡ്ജ് വേണം. ഓക്കെ, ആക്സിസ് ഇൻക്ലൈൻ 30 ഡിഗ്രി ടു എച്ച് പി ആൻഡ് 45 ഡിഗ്രി ടു വി പി. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ പ്രിസം. അപ്പോൾ അപ്പാരൻ്റ് ആംഗിൾ വേണം. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പാരൻ്റ് ആംഗിൾ കണ്ടെത്തണം. അപ്പാരൻ്റ് ആംഗിൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 55 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ശരിയാണ്. ഇനി ഇത് ഓരോ സ്റ്റേജിനായിട്ടാണ് മാർക്ക് വരുന്നത്. നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഡ്രോയിങ് ദ സിമ്പിൾ പൊസിഷൻ ഇൻക്ലൂഡിങ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ്. അതായത് ഈ ഫസ്റ്റ് സ്റ്റേജ് വരയ്ക്കുന്നതിന് ഒരു സൈഡിൽ എഡ്ജ് വരുന്ന രീതിയിൽ വരയ്ക്കുന്നതിന് 4 മാർക്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു കുട്ടി ഇങ്ങനെ വരച്ചു തരുന്നത്, അതായത് ഈ സൈഡിൽ എഡ്ജ് വരുന്ന രീതിയിൽ ഇങ്ങനെ, ഈ സൈഡിൽ കോർണർ വരുന്ന രീതി, അതായത് റൈറ്റ് സൈഡിൽ കോർണർ വരുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാലും അത് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിൾ പൊസിഷൻ തന്നെയാണ്. കാരണം നമുക്ക് ലെഫ്റ്റിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിക്കാം. ബട്ട് അത് തന്നെ വരച്ചിട്ട് റൈറ്റിലോട്ടേക്ക് ഇൻക്ലൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പൊസിഷൻ തെറ്റിയെന്നാണ്. ബട്ട് നമ്മൾ ചിലർ മാർക്ക് കൊടുക്കാറുണ്ട്, ഒരു 4 മാർക്സ് വരെ കൊടുക്കാറുണ്ട്. പക്ഷേ അത് വാല്യൂ നല്ല ഡിപ്പെൻഡ് ചെയ്യും. തന്നില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ടിൽറ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഇതിൻ്റെ സിമ്പിൾ പൊസിഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റൈറ്റിലോട്ടേക്കാണ് ടിൽറ്റ് ചെയ്തതെങ്കിൽ, ഈ രീതിയിലാണ് വരച്ചതെങ്കിൽ തെറ്റിപ്പോയി. കാരണം അത് റെസ്റ്റിംഗ് ഓൺ കോർണറായി മാറി. ഓക്കെ, ഇനി ഇങ്ങനെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇത് ലെഫ്റ്റിലോട്ടേക്ക് ടിൽറ്റ് ചെയ്യണം. ഓക്കെ, കുറച്ച് കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കോർണർ എടുത്തിട്ട് ലെഫ്റ്റിലോട്ടേക്ക് ടിൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ശരിയാണ്. പിന്നെ ഇത് 4 പോസിബിൾ പൊസിഷൻസ് ഉണ്ട്. ഏത് പൊസിഷനിൽ വരച്ച് കഴിഞ്ഞാലും ശരിയാണ്. ബീറ്റ ഈ ഡയറക്ഷനിൽ എടുക്കാം. ബീറ്റ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ബീറ്റ ഈക്വൽ ടു എടുത്ത് എഴുതണം. വേറെ പേജിലൊക്കെ കാണുന്നവരുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വാല്യൂ നാളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അതിൽ കാണിക്കണം, അല്ലാതെ മനസ്സിലാവില്ല. കാരണം ഈ ആംഗിൾ തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ അടുത്തത് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ആഫ്റ്റർ ടിൽറ്റിംഗ് ദ ആക്സിസ് 30 ഡിഗ്രി ടു എച്ച് പി. ഓക്കെ, ആക്സിസ് 30 ഡിഗ്രി ഇൻക്ലൈൻ ചെയ്യിപ്പിക്കുന്നതിന് ഫ്രണ്ട് വ്യൂയും ടോപ്പ് വ്യൂയും വരയ്ക്കുന്നതിന് 4 മാർക്സ് ആണ്. അപ്പോൾ 4 + 4 8 മാർക്സായി. ഡിറ്റർമിനിങ് ദ അപ്പാരൻറ്റ് ഇൻക്ലിനേഷൻ 2 മാർക്സ്. അപ്പോൾ അപ്പാരൻറ്റ് ഇൻക്ലിനേഷന് പ്രത്യേകം മാർക്ക് കൊടുത്തിട്ടുണ്ട് 2. ഫൈനൽ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് 4 മാർക്സ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പാരൻറ്റ് ആംഗിൾ എടുക്കാതെ വരച്ചൊരു കുട്ടിക്ക് 2 മാർക്ക് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാവരും ചെയ്യുമെന്ന് കരുതുന്നു.
പിന്നെ അല്ലാതെ 6 മാർക്ക് കുറച്ചിട്ട് ഈ രണ്ട് സ്റ്റേജിൻ്റെ മാത്രം മാർക്ക് കൊടുക്കരുത് എന്നുള്ള രീതിയിലായിരിക്കാം ഇങ്ങനെ തന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റേജിൻ്റെ മാർക്ക് 5 മാർക്സ് തന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് തെറ്റാണെങ്കിൽ 5 മാർക്സ് കുറക്കാം. ബട്ട് അങ്ങനെയല്ല, അപ്പാരൻ്റ് ആംഗിളിന് 2 മാർക്സാണ്. കാരണം ജനറൽ നീറ്റ്നെസ് ആൻഡ് പ്രോപ്പർ ഡയമെൻഷനിങ് 1 മാർക്ക്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഈ ഡാഷ് ലൈനൊക്കെ വരച്ചില്ലെങ്കിലാണ്. ഡാഷ് ലൈനൊക്കെ വരച്ചില്ലെങ്കിൽ ഒരു 2 മാർക്കും കൂടെ കുറയ്ക്കും. ഓരോ സ്റ്റേജിലും കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധ്യത ഉണ്ടാവില്ല. ടോട്ടലായിട്ടായിരിക്കും 2 മാർക്ക് കുറയ്ക്കാൻ സാധ്യത. അതും വാല്യൂ നാളെ ഡിപ്പെൻഡ് ചെയ്യും. ആക്യുറസി കാര്യങ്ങളൊക്കെ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്ങിൽ വന്നോളും. ഓക്കെ, ഇത്രയാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതിലിനി എക്സ് ലൈന് മുകളിൽ പെൻറ്റഗൺ വരച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് 0 ആണ്. കൂടുതൽ നോക്കേണ്ട, 0 തന്നെയായിരിക്കും. ഇതിന് മുമ്പേ വന്ന ഒരു സ്കീമിൽ ഈ സിമ്പിൾ പൊസിഷൻ ഈസ് റോങ്, എൻ്റയർ ആൻസർ ഈസ് റോങ് എന്ന് വന്നിട്ടുണ്ടായിരുന്നു. വേറെ ചില സ്കീമുകളിൽ 50% മാർക്ക് കൊടുക്കുക എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ മൊത്തത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആകുമ്പോഴേക്കാണ് അങ്ങനെ വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും ഈ സിമ്പിൾ പൊസിഷൻ റെസ്റ്റിംഗ് ഓൺ കോർണർ വരച്ച് കഴിഞ്ഞാൽ ഒരു 4, 5, 6 മാർക്കൊക്കെ കൊടുക്കുന്നവരൊക്കെ ഉണ്ടാകാം. അതൊക്കെ വാല്യൂ നാളെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി 0 കൊടുത്തു കഴിഞ്ഞാലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് തെറ്റ് തന്നെയാണ്. ആൻസർ കീ പ്രകാരം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കോൺ ഓഫ് ബേസ് ഡയമീറ്റർ 40 mm. ഓക്കെ, കോണാണ്. റെസ്റ്റിംഗ് ഓൺ VP ഓൺ വൺ ഓഫ് ഇറ്റ്സ് ജനറേറ്ററാണ്. ജനറേറ്ററിൽ VP റെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ XY ലൈന് മുകളിൽ സർക്കിൾ വേണം. XY ലൈന് താഴെയാണെങ്കിൽ 0 തന്നെയാണ്. അല്ലാതെ മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആക്സ് ഈസ് ഇൻക്ലൈൻ 35° ടു HP എന്ന് പലരും വായിച്ചു വരുന്നുണ്ടാവും. ബട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് വന്നില്ല. കാരണം ഈ കാര്യം ശരിയില്ല. ആക്സിസ് ഇൻക്ലൈൻ 35° ടു HP അല്ല, ഫ്രണ്ട് വ്യൂ ഓഫ് ആക്സിസ് ഇൻക്ലൈൻ 35° ടു റഫറൻസ് ലൈനാണ്. ഓക്കെ, റഫറൻസ് ലൈനോ അല്ലെങ്കിൽ XY ലൈനോ ആണ് കറക്റ്റ്. ബട്ട് ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ വരെ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് നമുക്കത് തെറ്റാണെന്ന് പൂർണ്ണമായിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അപ്പാരൻ്റ് ആംഗിൾ വരയ്ക്കേണ്ട, ചിലർ വരച്ച് പോയിട്ടുണ്ടാകാം. ഓക്കെ, അങ്ങനെയുള്ളവർക്കും മാക്സിമം മാർക്ക് കിട്ടും. അപ്പാരൻ്റ് ആംഗിൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പാരൻ്റ് ആംഗിൾ ഇവിടെ ആൽഫ തന്നിട്ടുണ്ട്, അപ്പോൾ അത് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ഇതാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ശരിയാക്കി കഴിഞ്ഞാൽ നേരത്തേക്കാൾ ഒരു മാർക്ക് കൂടുതൽ, നേരത്തെ 4 മാർക്കായിരുന്നു, ഇപ്പോൾ 5 മാർക്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റേജിന് അതിനും 5 മാർക്സാണ്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഈ കുറച്ച് പേര് ഇത് ഇവിടെ 35° എടുത്തിട്ട് വരച്ചിട്ടുണ്ട്, അവർക്ക് കിട്ടുന്ന മാർക്ക് 5 മാർക്സാണ്. അതിൽ കൂടുതൽ മാർക്സ് കിട്ടില്ല. ഇനി ഇത് ജനറേറ്റർ XY ലൈനിൽ വരുന്ന രീതിയിൽ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്ത 5 മാർക്സ് കിട്ടും. പിന്നെ അപ്പാരൻ്റ് ആംഗിൾ തന്നിട്ടുണ്ട്, ആ തന്നിരിക്കുന്ന ആംഗിൾ തന്നെ വരച്ച് കഴിഞ്ഞാൽ 4 മാർക്സ് പ്ലസ് 1 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്. പിന്നെ ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ കാണാം, ഫുൾ മാർക്സ് ഷാൽ ബി അവോർഡഡ് ഫോർ ദ ഫൈനൽ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ഫോർ ഓൾ ദ പോസിബിൾ 4 ഓറിയൻറ്റേഷൻ. അതായത് ഏത് ഓറിയൻറ്റേഷനിൽ വരച്ച് കഴിഞ്ഞാലും ഫുൾ മാർക്ക് കിട്ടണം എന്നുള്ളതാണ്. അതായത് ഈ അപ്പെക്സ് ഇവിടെ എടുക്കാം, അപ്പെക്സ് അല്ലെങ്കിൽ ഇവിടെ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. അതേപോലെ ആംഗിൾ 35° ഈ ഡയറക്ഷൻ എടുത്തിട്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ബേസ് മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ 4 ആൻസേഴ്സും വരയ്ക്കാം. അപ്പോൾ 4 വരച്ച് കഴിഞ്ഞാൽ മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരച്ചവരും ഉണ്ടാവും. ഞാൻ എൻ്റെ സൗകര്യത്തിന് വെച്ചാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. തന്നിട്ടുണ്ടെങ്കിൽ മാത്രം അത് യൂസ് ചെയ്താൽ മതി. ഈ കേസിൽ എന്തായാലും ഇത് വിസിബിൾ ആയിരിക്കും, കാരണം ബേസ് കാണും. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ, അതായത് ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോൾ ബേസ് ആണ് നിയർ, അപ്പോൾ ബേസ് വിസിബിൾ ആണ്. ഇത് ഏത് ഡയറക്ഷനിലേക്കാണോ റൊട്ടേറ്റ് ചെയ്ത് അതുപോലെ ഇരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തതുകൊണ്ട് എനിക്ക് ഇവിടെ മുകളിൽ നോക്കുമ്പോൾ അപ്പെക്സാണ് കാണുന്നത്, അതുകൊണ്ട് ഇത് ഡാഷ്ഡ് കർവാണ്. അതിനനുസരിച്ചല്ല ഇവിടെ ബേസാണ് എടുത്തെങ്കിൽ ഇത് വിസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് മാക്സിമം പോയാൽ 2 മാർക്ക് മാത്രമേ കുറയൂ. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ നമ്പർ 4 വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞു സിമ്പിൾ പൊസിഷൻ ഇതിലാകെ മാറ്റം വരാൻ സാധ്യത XYന് മുകളിൽ താഴെയാണ്. താഴെ വരച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് 0 തന്നെയാണ്. പിന്നെ മാർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യം വാല്യൂ നാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 0 കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും പറയാനൊന്നും പറ്റില്ല. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് പോകുമ്പോൾ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹെക്സഗണൽ പിരമിഡാണ്. അത് പറയാൻ വിട്ടുപോയി. ഈ കേസിലാണ് കൂടുതൽ പേര് പ്രിസം വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ പിരമിഡിന് പകരം പ്രിസം വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് കുറയും. ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ക്വസ്റ്റിലേക്ക് നോക്കാം. ആക്സിസിൻ്റെ ലെങ്തൊക്കെ തന്നു. ബേസ് എഡ്ജ് പാരലൽ ടു VP അങ്ങനെ തന്നെ വരയ്ക്കണം. ബേസ് എഡ്ജ് പാരലൽ ടു VP ആയിട്ട് തന്നെ ഹെക്സഗൺ വരയ്ക്കണം. ഇത് വരച്ചാൽ മാത്രമേ മാർക്ക് കിട്ടൂ. ഇത് വരച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, പിന്നെ മാർക്കൊക്കെ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ 24 മാർക്സ് മിനിമം എത്താതിരിക്കുന്ന കേസിലൊക്കെ വരുമ്പോൾ ഈ ബാക്കി സെക്ഷൻ ചെയ്തൊക്കെ ശരിയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ സെക്ഷൻ പ്ലെയിൻ്റെ മാർക്കൊക്കെ തരാം. അല്ലെങ്കിൽ ട്രൂ ഷേപ്പ് വരയ്ക്കുന്നതിൻ്റെ മാർക്ക് തരാം. കാരണം ഇത് തെറ്റിപ്പോയ രീതിയിൽ അങ്ങനെയൊക്കെ തന്നാലേ ഉള്ളൂ. അല്ലെങ്കിൽ 0 തന്നു കഴിഞ്ഞാൽ ഒന്നും പറയാനൊന്നുമില്ല. കാരണം സിമ്പിൾ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞു. ആ രീതിയിൽ കുറച്ച് മാർക്കൊക്കെ കിട്ടും. കംപ്ലീറ്റ് എല്ലാവരും 0 ഒന്നും കൊടുക്കില്ല. പക്ഷേ ഒരാൾ 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ആക്സ് ആൻഡ് 1 കോർണർ ഓഫ് ദ ബേസ്. ഓക്കെ, വിച്ച് ഈസ് അറ്റ് എക്സ്ട്രീം ലെഫ്റ്റ്. പലരും ഇവിടെ വെച്ച് നിന്നു വരുന്നുണ്ടാവും. 1 കോർണർ ഓഫ് ദ ബേസ്. ഈ ഒരു സെൻറ്റൻസ് വായിച്ചിട്ടുണ്ടാവില്ല, എക്സ്ട്രീം ലെഫ്റ്റ് എന്നുള്ള കാര്യം. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് റൈറ്റിലേക്ക് വരച്ച് വരേണ്ടാവും. റൈറ്റിലേക്ക് വരച്ചവർക്ക് മാക്സിമം മാർക്ക് കൊടുക്കണമെന്ന് ഞാൻ ആൻസർ കീയിൽ ഡ്രാഫ്റ്റ് ആൻസർ കീക്ക് സജഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കൺസിഡർ ചെയ്തിട്ടില്ല. ഈ ഡയറക്ഷനിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാലും സെയിം ട്രൂ ഷേപ്പ് തന്നെയാണ് കിട്ടുക. സെക്ഷണൽ ടോപ്പ് വ്യൂ സെയിം ആണ്, കാരണം ഹെക്സഗൺ സിമ്മട്രിക് ആണ് ഇത്. ഇപ്പോൾ രണ്ട് രീതിയാലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. അപ്പോൾ അതും വാല്യൂ നാളെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം മാക്സിമം മാർക്ക് മിക്ക ആൾക്കാരും കൊടുക്കുമായിരിക്കും, കാരണം ബാക്കിയൊക്കെ ശരിയല്ലേ. ആരെങ്കിലും ഒരാൾ സിമ്പിൾ പൊസിഷൻ്റെ മാത്രം മാർക്ക് തന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം ആൻസർ കീ അതേപോലെയാണ് വരുന്നത്. നമുക്കിതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഫസ്റ്റ് ഹെക്സഗൺ ഇങ്ങനെ തന്നെ വരയ്ക്കുക. എക്സ് ലൈന് പാരലായിട്ട് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസിന് 4 മാർക്സ് കിട്ടും. അത് മാത്രം വെച്ച് സ്റ്റോപ്പ് ചെയ്ത കുറേ പേരുണ്ടായിരുന്നു. എത്ര മാർക്ക് കിട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 മാർക്സ് മാക്സിമം പോയാൽ പ്ലസ് ഈ 1 മാർക്ക് നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷൻ കിട്ടിയാൽ 5 മാർക്സ് വരെ കിട്ടാം. മാർക്കിംഗ് ഓഫ് സെക്ഷൻ പ്ലെയിൻ, ഈ സെക്ഷൻ ലൈന് വരച്ചിട്ട് അതിൽ 1 -, 2 -, 3 -, 4 -, 5 -, 6 മാർക്ക് ചെയ്യുന്നതിന് 2 മാർക്സ് ആണ്. സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന്, പ്രൊജക്റ്റ് ചെയ്ത് ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 4 മാർക്സ്. ട്രൂ ഷേപ്പ് ഓഫ് ദ സെക്ഷൻ വരയ്ക്കുന്നതിന് 4 മാർക്സ്. ഇപ്പോൾ ട്രൂ ഷേപ്പ് വരയ്ക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ സ്പേസ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സമയമില്ലെങ്കിലൊക്കെ 4 മാർക്കേ കുറയും. 11 മാർക്കോളം കിട്ടും, അല്ലെങ്കിൽ 10 മാർക്ക് എന്തായാലും കിട്ടും. ഓക്കെ, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. വേറെ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റൈറ്റ് എക്സ്ട്രീമിലൂടെ വരച്ച് കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് വായിച്ചപ്പോൾ കിട്ടിയില്ലല്ലോ. അപ്പോൾ ഒരു 10 മാർക്സൊക്കെ കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു 50% മാർക്കൊക്കെ കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതുപോലെ കിട്ടണമെന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യനാണ് ഇതിലെ ഏറ്റവും പ്രത്യേകതയുള്ള ക്വസ്റ്റ്യൻ. സിലിണ്ടർ ഒന്ന് ഇത് സ്കെയിൽ ചെയ്യണം, 50 സെൻറ്റിമീറ്ററും 1 മീറ്റർ എന്നൊക്കെ ആവുന്നത്. ഇവിടെയാണ് ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. അതായത് ഓക്സിലറി സെക്ഷൻ പ്ലെയിൻ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതാണ്. ഓക്സിലറി സെക്ഷൻ പ്ലെയിൻ ആണെങ്കിൽ അത് ഒന്നുകിൽ ഓക്സിലറി ഇൻക്ലൈൻഡ് എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഓക്സിലറി വെർട്ടിക്കൽ എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഓക്സിലറി സെക്ഷൻ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി എന്നോ, അല്ലെങ്കിൽ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി എന്നോ കൊടുക്കണം. അത് കൊടുക്കാതെ വന്നപ്പോൾ ഇത് കുറച്ച് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ എക്സ്ട്രീം റൈറ്റ് പോയിന്റ് ഓഫ് ദ ബേസിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അത് നോക്കിയാൽ മതി. ഹൈറ്റ് ഓഫ് ദ ഷോർട്ടസ്റ്റ് പോർഷൻ ഓഫ് ദ സിലിണ്ടർ ഈസ് 1 മീറ്റർ, എക്സ്ട്രീം ലെഫ്റ്റ് ജനറേറ്റർ. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ്? അതായത് നമ്മൾ ഓക്സിലറി ഇൻക്ലൈൻ സെക്ഷൻ പ്ലെയിൻ ആണ് എന്നുള്ള അസംഷനിൽ ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ ഇതാണ്. ഇത് തന്നെയാണ് ആൻസർ കീയിലും വന്നത്. ഇതല്ലാതെ ഇങ്ങനെയും വരയ്ക്കാം. ഓക്കെ, അതായത് മുകളിലായിട്ട് ഇങ്ങനെയും വരയ്ക്കാം. അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 30 ഡിഗ്രി എടുത്തിട്ട്, അതായത് എക്സ് ലൈൻ ഇൻക്ലൈൻഡ് ആയിട്ട് എക്സ് ലൈന് മുകളിൽ ഫ്രണ്ട് വ്യൂവിൽ വരുന്ന രീതിയിലാണ് അസംഷനാണ് വരച്ചത്. അപ്പോൾ ചില കുട്ടികൾ ഇത് ഇങ്ങനെ എടുത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടില്ല, അപ്പോൾ ഇവിടെ സ്റ്റക്കായി പോയിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഇവിടെ തന്നെ ഇങ്ങനെ 30 ഡിഗ്രി എടുത്തിട്ട് ബാക്കി ഈ മുകളിലോട്ടേക്ക് എങ്ങനെ വരയ്ക്കും? ഇത് നോക്കുമ്പോൾ 1 മീറ്റർ ഉണ്ടാവില്ല, അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ വെച്ച് സ്റ്റക്കായി ഉണ്ടാവും. ഇങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഇതിൽ വന്ന മാറ്റം ഇതാണ്. ഡ്രാഫ്റ്റ് സ്കീമിൽ നിന്ന് ഫൈനൽ സ്കീമിൽ വന്ന മാറ്റമാണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ദ ഇൻക്ലിനേഷൻ ഓഫ് ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് നോട്ട് സ്പെസിഫൈഡ് വിത്ത് റെഫറൻസ് ടു എ പെർട്ടിക്കുലർ റെഫറൻസ് പ്ലെയിൻ. ഫുൾ മാർക്സ് മേ ബി അവോർഡഡ് ഇഫ് ദ സ്റ്റുഡൻസ് ഡ്രോ ദ സിമ്പിൾ പൊസിഷൻ ഓഫ് ദ സിലിണ്ടർ. അതായത് സിമ്പിൾ പൊസിഷൻ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും വരച്ച് കഴിഞ്ഞാൽ, ഇത്രയും വരച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് 15 മാർക്ക് കൊടുക്കണം എന്നാണ് ആൻസർ കീയിൽ വന്നിരിക്കുന്നത്. പക്ഷേ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും വരച്ച് കഴിഞ്ഞാൽ ബാക്കി വരയ്ക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല, കാരണം ഇതിൻ്റെ ഹൈറ്റ് കിട്ടിയാൽ മാത്രമേ സിമ്പിൾ പൊസിഷൻ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഹൈറ്റ് കിട്ടണമെങ്കിൽ ഈ കൈ രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഹൈറ്റ് കിട്ടും. ഓക്കെ, ഇനി ടോപ്പ് വ്യൂ വരയ്ക്കാം. ടോപ്പ് വ്യൂ വരച്ചവർക്ക് ഒരു 7 to 8 മാർക്ക് വരെ കൊടുക്കാം ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി ഈ 30 ഡിഗ്രി ലൈനൊക്കെ വരച്ച് ഇവിടെ വെച്ച് സ്റ്റക്കായവർക്ക് അതിനനുസരിച്ച് കുറച്ച് മാർക്ക് കൂട്ടി കൊടുക്കാം. പിന്നെ ചില കേസിൽ ഇതേപോലെ വരച്ച കുട്ടികളുണ്ടാവും, ശരിയാക്കിയ കുട്ടികളുണ്ടാവും, അവർക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ പിന്നെ മാർക്ക് കൊടുക്കാം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ടോപ്പ് വ്യൂ വരച്ചവർക്ക് തന്നെ, ഈ സർക്കിൾ വരച്ചവർക്ക് തന്നെ 50% ആൻഡ് എബോവ് മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും പക്ഷേ ഇത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല, കാരണം സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇതേപോലെ പലപ്പോഴും പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഔട്ട് ഓഫ് സിലബസ് ആവുമോ മിസ്റ്റേക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്ന കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുകൊണ്ട് മാർക്ക് കിട്ടണമെന്നില്ല, അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അവസാനത്തെ കുറച്ച് സമയം എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനും ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഹെമിസ്ഫിയർ 50 mm ആണ് റേഡിയസ് തന്നിരിക്കുന്നത്. അത് കുറച്ച് വലുപ്പമാണ്. അതൊരു സ്ക്വയർ പ്രിസൻ്റെ മുകളിൽ റെസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഇതാണ്. ഐസോമെട്രിക് പ്രൊജക്ഷനാണ്. ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണം. ഞാൻ സ്കെയിൽ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്, ഹാഫ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫുൾ സ്കെയിൽ വരയ്ക്കുമ്പോൾ 2 പേജിലൊക്കെ ആയിട്ടേ വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത് റെഡ് കളറിൽ കാണുന്നത് റീഡ് ദ ഡയമെൻഷൻ ഓഫ് ദ ഹെമിസ്ഫിയർ ആസ് 50 mm ഇൻ ദ ബിലോ ഗിവൺ ഫിഗർ. അതായത് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഫിഗറിൽ ഇത് 25 വരച്ചിരിക്കുന്നത്. അതായത് ഡയമെൻഷൻ ചെയ്താൽ മാറിപ്പോയതല്ല, ഇത് ചെറുത് തന്നെയായിരുന്നു, 25 തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരച്ച കുറേ പേരുണ്ട്. അതായത് ക്വസ്റ്റ്യൻ സെറ്റർ
തന്നെ തെറ്റിപ്പോയിരിക്കുകയാണ് വരയ്ക്കുമ്പോൾ. അപ്പോൾ അതേപോലെ തെറ്റിപ്പോയവരുണ്ട്. അപ്പോൾ അവർക്ക് മാർക്ക് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും മാറ്റമൊന്നും വന്നിട്ടായില്ല. ഈ ഒരു മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. കറക്റ്റ് പ്രൊപ്പോർഷൻ അല്ലാത്ത രീതിയിൽ ഡയമെൻഷൻ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങളെ മറ്റു ക്വസ്റ്റിനെയും കൂടെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ അതിപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. അതായത് ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ 3 മാർക്സ് കിട്ടും. ഓക്കെ, അതായത് ഇത് വരയ്ക്കുന്നതിന്, ഇത് കറക്റ്റായിട്ട് വരയ്ക്കുന്നതിന് ഇവിടെ ഡാഷ് ലൈനൊക്കെ വരുന്നുണ്ട്, 3 മാർക്സ് കിട്ടും. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഐസോമെട്രിക് സ്കെയിൽ വരച്ചിട്ട് അതിലൊക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്സ് കിട്ടും. പിന്നെ വരുന്നത് ഡ്രോയിങ് ഐസോമെട്രിക് പൊസിഷൻ ഓഫ് സ്ക്വയർ പ്രിസം വരയ്ക്കുന്നതിന് ഇതിൻ്റെ ഐസോമെട്രിക് പൊസിഷന് ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ ഐസോമെട്രിക് പൊസിഷന് 4 മാർക്സ് ആണ്. ഡ്രോയിങ് ഐസോമെട്രിക് പൊസിഷൻ ഓഫ് ഹെമിസ്ഫിയർ അതിന് മാർക്ക് കൂടുതലാണ്, 5 മാർക്സ് ആണ്. ജനറൽ നീറ്റ്നെസ് ആൻഡ് പ്രോപ്പർ ഡയമെൻഷനിങ് 1 മാർക്ക്. ഓക്കെ, അങ്ങനെയാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഇത് ഈ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെയും വരയ്ക്കാം. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മാർക്ക് കൊടുക്കണം എന്നതിലുണ്ട്. അത് ചില ആൻസർ കീയിൽ ഉണ്ടാകാറില്ല. അപ്പോൾ അത് നന്നായി. അപ്പോൾ ഈ മാർക്ക്, ഈ 3 മാർക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഇതിന് 1.5 ഇതിന് 1.5 അല്ലെങ്കിൽ ഇത് സ്ക്വയർ പ്രിസം വരയ്ക്കാൻ എളുപ്പമല്ലേ, അതിന് 5 ഇതിന് 7 അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ സ്കെയിൽ വരച്ചില്ലെങ്കിൽ എന്താണ്, ഐസോമെട്രിക് വ്യൂ വരച്ചവരുണ്ടാവും. ഐസോമെട്രിക് വ്യൂ വരച്ചവർക്ക് അത് ചില ആൻസർ കീയിലുണ്ടായിരുന്നു. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരെ ഐസോമെട്രിക് വ്യൂ വരച്ചെങ്കിൽ 50% മാർക്ക് കൊടുക്കണം എന്നൊക്കെ. ഇതിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഓർത്തോഗ്രാഫിക് പൊസിഷൻ്റെ മാർക്ക് കിട്ടും, സ്കെയിലിൻ്റെ മാർക്ക് കുറയും. പിന്നെ ഒരു 50 to 60% മാർക്ക് കിട്ടുമായിരിക്കും. അത് വാല്യൂ നാളെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാതെ 0.816 എടുത്ത് വരച്ചവർക്ക് വേണമെങ്കിൽ ആ 2 മാർക്ക് മാത്രം കുറയ്ക്കാം, സ്കെയിലിൻ്റെ മാർക്ക് മാത്രം കുറച്ച് കൊടുക്കാമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ 50ക്ക് പകരം 25 എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്യാൻസലായി പോകുന്നത് ഈ 5 മാർക്സാണ്. അപ്പോൾ 5 മാർക്സും ക്യാൻസൽ ചെയ്യില്ല എന്ന് തോന്നുന്നു. 5 മാർക്സും ആർക്കും കുറയ്ക്കില്ല എന്ന് തോന്നുന്നു. കാരണം ബാക്കിയൊക്കെ എലിപ്സ് വരയ്ക്കുന്നതൊക്കെ ശരിയല്ലേ. അപ്പോൾ ഫുൾ മാർക്സ് കിട്ടില്ലായിരിക്കും. ഒരു 2 മാർക്സോ 3 മാർക്സോ ഒക്കെ കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ ഒന്നും നമുക്ക് പറയാനും പറ്റില്ല. കാരണം നമ്മൾ വരച്ചിരിക്കുന്നത് തെറ്റാണ്. റേഡിയസ് ഡയമീറ്റർ മാറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 8 ഐസോമെട്രിക് വ്യൂ ആണ്. പെൻറ്റഗണൽ പിരമിഡ് ഒരു സിലിണ്ടറിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇത് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് കുറച്ച് കുറയും. പിന്നെ ഇവിടെയും പ്രശ്നം വന്നിരിക്കുന്നത് 90 mm ആണ് ഹൈറ്റ് തന്നിരിക്കുന്നത് സിലിണ്ടറിൻ്റെത്. അപ്പോൾ അത് കുറച്ച് പേർക്ക് വരയ്ക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും. സ്കെയിൽ ചെയ്യാത്തവർക്കൊക്കെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറുതുമായി പോകുന്നുണ്ടാവും. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. അതിനൊക്കെ ബേസ് ചെയ്തിട്ട് ലിബറലാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ആൻസർ കീ മാറ്റം വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. സിലിണ്ടറിൻ്റെ മുകളിൽ പെൻറ്റഗണൽ പിരമിഡ്. ആൻസർ കീ നോക്കുകയാണെങ്കിൽ നേരത്തെ സെയിം തന്നെ. 3 മാർക്സ് മാറി 4 മാർക്സ് ആയി ഓർത്തോഗ്രാഫിക് ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് വരയ്ക്കുന്നതിന്. ഡ്രോയിങ് ഐസോമെട്രിക് ഓഫ് ദ സിലിണ്ടർ 5 മാർക്സ്. പെൻറ്റഗണൽ പിരമിഡിൻ്റെ 5 മാർക്സ്, 1 മാർക്ക് നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ്. ഇനി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരയ്ക്കാതെ വരച്ച് ഞാൻ ഫുൾ മാർക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷേ മുഴുവൻ ഒഴിവാക്കാൻ പറ്റില്ല. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ മുഴുവൻ ഒഴിവാക്കാൻ പറ്റില്ല. ഫ്രണ്ട് വ്യൂ വേണമെങ്കിൽ ഒഴിവാക്കാം. ബട്ട് ടോപ്പ് വ്യൂവിൽ എന്തായാലും വരയ്ക്കണമെങ്കിൽ പെൻറ്റഗണൽ ബോക്സ് ചെയ്യാൻ വേണം. അതേപോലെ ഈ സർക്കിളിനെയും ബോക്സ് ചെയ്യണം. കാരണം ഈ ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് ഇതിൽ നിന്നേ കിട്ടും. നേരത്തെ കേസിൽ നമുക്ക് ഡയമെൻഷനൊക്കെ ഡയറക്റ്റ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. ടോപ്പ് വ്യൂ മാത്രം വരച്ചവർക്കും ഫുൾ മാർക്ക് കിട്ടും. ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ഇനി ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യൂ പ്രൊജക്ഷൻ അത് മാറിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഈ ഡാഷ് ലൈനൊക്കെ വരയ്ക്കാത്തവരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭാഗ്യം പോലിരിക്കും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംടൈംസ് 1 or 2 മാർക്സ് കുറയും. പിന്നെ ഡയമെൻഷൻ ചെയ്യുന്നത്, ഇതിൽ ഡയമെൻഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഓർത്തോഗ്രാഫിക്കിൽ തന്നെ മാക്സിമം ചെയ്യുക. ഇതിൽ ചെയ്യുമ്പോൾ ഈ കറക്റ്റ് ഈ ഡയമെൻഷൻ റൂൾ ഫോളോ ചെയ്യണം. കാരണം ഐസോമെട്രിക്കിലൊക്കെ ഡയമെൻഷൻ ലൈൻസും എക്സ്റ്റൻഷൻ ലൈൻസൊക്കെ ഐസോമെട്രിക് ലൈൻസാണ്. ഓക്കെ, ഈ രീതിയിൽ ചെയ്യണം. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദിസ് സ്കീം. ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എല്ലാവരും ഇതിനെ ബേസ് ചെയ്തിട്ട് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോഴേ ഓർമ്മയുണ്ടാവും. പിന്നീട് റിസൾട്ട് വന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന സമയത്ത് പലതും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം മാർക്ക് നോട്ട് ചെയ്ത് വെക്കുക. ഈ കാൽക്കുലേറ്റ് ചെയ്ത മാർക്കുമായിട്ട് നല്ല വേരിയേഷൻ വരികയാണെങ്കിൽ അത് റീവാലുവേഷൻ കൊടുക്കുക. ഓക്കെ, താങ്ക് യു. വേറെ ഏതെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.